അസുഖം ഇവളുടെ മനസ്സിനാ, അതിനെ മാറ്റാനും പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. വേണമെങ്കിൽ എന്നെ കൊന്നിട്ടായിക്കോ. ഒടുക്കം കണ്ട അവളുമാരുടെ കുഞ്ഞിനെയും കൊണ്ട് അവനിങ്ങോട്ട് കയറി വരും. ദേ ശ്യാമപ്രസാദ് അവൻ വന്നു. ഒഴിഞ്ഞു മാറാനും ഉരുണ്ട് കളിക്കാനും ഒക്കെ നോക്കും, പക്ഷെ വിട്ടുകൊടുക്കരുത്. കംപ്ലീറ്റ് രഹസ്യങ്ങളും പിടിച്ചോളണം. എന്നെ കാണണ്ട, ഞാൻ ഒളിച്ചെന്നോളാം. ഒന്ന് നിന്നേ. ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ എങ്ങും പോയില്ലേ? എവിടെ പോവാൻ? പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. നീ എന്തോ ഒരുമാതിരി ഡബിൾ മീനിങ് സംസാരിക്കുന്നത്. ശാലിനിയെ കാണാൻ പോയില്ല എന്നാണെങ്കിൽ പോയിരുന്നു, അവിടെ നിന്നാണ് വരുന്നത്. അല്ല, അവിടെ നിന്ന് തന്നെയാണല്ലോ വരുന്നത്. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിക്കുന്ന മാത്രമല്ലേ ഉള്ളൂ തെറ്റ്. ആർക്ക് എന്ത് വേണേലും പ്രവർത്തിക്കാലോ, അതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. ഗംഗേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചൂറ്റില്ലാതെ പറഞ്ഞാൽ മതി. വെറുതെ എന്റെ സ്വസ്ഥത നശിപ്പിക്കരുത്. മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത് ഇപ്പൊ ശ്യാമേട്ടനല്ലേ? ഞാൻ ആരുടെ സ്വസ്ഥത നശിപ്പിച്ചു എന്നാ നീ പറയുന്നത്? ഇല്ലേ, ആരുടെ സ്വസ്ഥത നശിപ്പിച്ചില്ലേ? ഈ കുടുംബത്തിന്റെ തന്നെ സ്വസ്ഥത നശിപ്പിച്ചത് ശ്യാമേട്ടനല്ലേ? ശ്യാമേട്ടൻ കാരണമല്ലേ എല്ലാം ഉണ്ടായത്. എന്റെ ഗിരി പോലും ജയിലിലായത്. നീ എന്താ ഗംഗ ഈ പറയുന്നത്? ഞാൻ കാരണം എന്തുണ്ടായിന്നാ? ശ്യാമേട്ടന്റെ കാമുകയായിരുന്നില്ലേ രേണുക? അവളെ കൊന്നുണ്ടല്ലേ ഗിരി ഇങ്ങനെയൊക്കെ ആയത്. എന്നിട്ടും അവളുടെ കുഞ്ഞിനെ രഹസ്യമായി വളർത്തുകയല്ലേ ശ്യാമേട്ടൻ? എന്താ ശ്യാമേട്ടൻ ഞെട്ടിയോ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ശ്യാമേട്ടന്റെ കുഞ്ഞ് എപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? ഇല്ലേ ശ്യാമേട്ടാ? അപ്പൊ സത്യമാണല്ലേ? ഞാൻ കേട്ടതൊക്കെ സത്യമാണല്ലേ? പറയാൻ. എനിക്കറിയാം, ശ്യാമേട്ടൻ എന്നെ ചതിക്കായിരുന്നു. ഇത്രയും കാലം എല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് എന്നെ വഞ്ചിക്കായിരുന്നു, എന്നെ വിട്ടിയാക്കായിരുന്നു. ഞാൻ പറയുന്നു, നീ മനസ്സിലാക്കുക. വേണ്ട ശ്യാമേട്ടൻ, ഇനി ഒന്നും പറയണ്ട. ഒക്കെ എനിക്ക് മനസ്സിലായി. നീ കരുതുന്ന പോലെ ഒന്നും ഇല്ല ഗംഗേ. ഇനി ശ്യാമേട്ടൻ എന്നെ വിട്ടിയാക്കാൻ നോക്കണോ? അല്ല, രേണുകയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എല്ലാം നിനക്കറിയാവുന്നതല്ലേ? ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ അത് എവിടെയാണെന്ന് മാത്രം ഇപ്പോഴും എനിക്കറിയില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ശ്യാമേട്ടൻ എല്ലാം അറിയാം. ആ കുഞ്ഞിനെ ശ്യാമേട്ടൻ രഹസ്യമായി സംരക്ഷിക്കുക. അല്ല ഗംഗേ, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഗിരിക്കെല്ലാം അറിയാം. നീ പോയി ഗിരിയോട് ചോദിച്ചു നോക്ക്. എനിക്ക് ആരോട് ചോദിക്കാനില്ല, എനിക്കെല്ലാം അറിയാം. ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ ശ്യാമേട്ടൻ എന്നെ നിർബന്ധിച്ചതും ഇതിനായിരുന്നു അല്ലേ? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും ഇനി ഒരിക്കലും ഒരമ്മയാകാനുള്ള ഭാഗ്യം എനിക്ക് നഷ്ടപ്പെടുത്തിയതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു അല്ലേ? നീ എന്താ പറഞ്ഞത്? നമ്മുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിയെന്നോ? അമ്മയാകാനുള്ള നിന്റെ ഭാഗ്യം ഞാൻ നശിപ്പിച്ചുന്നോ? നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു ഗംഗ ഇത്? എന്താ ശരിയല്ലേ? പൂർവ്വ കാമുകിയുടെ കുഞ്ഞിനെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഡോക്ടേഴ്സുമായി ചേർന്ന് ശ്യാമേട്ടൻ മനഃപൂർവ്വം എനിക്ക് അബോർഷൻ നടത്തിച്ചല്ലേ? നീ എന്തായി കാണിക്കുന്നേ? ഒരു സുഖമില്ലാത്ത പെണ്ണിനാണോ നീ ഇങ്ങനെ? അസുഖം ഇവളുടെ മനസ്സിനാ, അതിനെ മാറ്റാനും പറ്റില്ല. അതിന് കാരണക്കാരി നിങ്ങളോ? അതേടാ, ഞാൻ തന്നെയാ. അതിനെന്താ ഇത്ര തെറ്റ്? എന്റെ മോളെ നീ ഇത്രയും കാലം വഞ്ചിക്കില്ലായിരുന്നോ? എല്ലാരെയും നീ കബളിപ്പിക്കില്ലായിരുന്നോ? അതെ, ഞാൻ ഇവളെ വഞ്ചിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. അത് എന്റെ ഇഷ്ടാ. ഏതായാലും എല്ലാവരും എല്ലാം അറിഞ്ഞല്ലോ. ഇനി എനിക്ക് എന്റെ മോളെ ധൈര്യമായിട്ട് കണ്ടുപിടിക്കാമല്ലോ. എല്ലാവരുടെയും മുന്നില് എനിക്ക് അവളെ വളർത്താമല്ലോ. ഇല്ല, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല. എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ലെങ്കിലോ? ആവശ്യമുണ്ടടാ. നാലാള് കാണുക താലി കെട്ടിയ പെണ്ണായത്. ഇവളുടെ അനുവാദം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇവളെ ഒഴിഞ്ഞിട്ടായിക്കോ. ഒഴിഞ്ഞിട്ടാവണ്ട, വേണമെങ്കിൽ എന്നെ കൊന്നിട്ടായിക്കോ. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാണല്ലോ. മോളെ, നീ ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ടല്ലോ ഭർത്താവിന്റെ തനിനിറം, കേട്ടല്ലോ അവന്റെ മനസ്സിലിരിപ്പ് മുഴുവൻ. എന്ന് കരുതി നമ്മൾ തോറ്റുകൊടുത്ത തീർന്നു. ഞാൻ ഇനി എന്ത് ചെയ്യാനാ കഞ്ചനമ്മേ? ഇനിയാണ് ചെയ്യാനുള്ളത്. അവന്റെ ഈ ചാട്ടവും തുള്ളലൊക്കെ കണ്ട് നമ്മൾ മിണ്ടാതിരുന്നാലേ
ഒടുക്കം കണ്ട അവളുമാരുടെ കുഞ്ഞിനെയും കൊണ്ട് അവനിങ്ങോട്ട് കയറി വരും. ഒടുക്കം വേലക്കാരിയുടെ സ്ഥാനമായിരിക്കും എന്റെ മോൾക്ക്. ഒടുവിൽ ഗംഗമോളുടെ അവകാശം കൂടി ആ കൊച്ചു കൊണ്ടുപോകും. ഗംഗമോള് പുറംപന്തിയിലും ആവും. മോൾക്ക് അങ്ങനെ ജീവിച്ചാൽ മതിയെങ്കിൽ എനിക്ക് സാരമില്ല. അല്ലെങ്കിൽ എന്താ എന്താ കഞ്ചനമ്മ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഗംഗമോൾക്ക് ഒരു കാര്യം ബോധ്യായല്ലോ. ആദ്യം ശാലിനി, ഇപ്പൊ അത് അവന്റെ കുഞ്ഞ്. ഗംഗമോളെക്കാളും വലുത് അവരാണെന്ന് മനസ്സിലായല്ലോ. ഇനിയും ഇങ്ങനെ നാണം കെട്ട് അവന്റെ കൂടെ ജീവിക്കണം മോളെ. ഒഴിഞ്ഞു കൊടുക്കണം മോളെ. വിവാഹബന്ധം വേർപെടുത്തണം. കഞ്ചനമ്മേ, എന്താ? എങ്കിലേ ശാലിനിയെ ഒഴിയാൻ ഗിരി മനസ്സ് കാണിക്കത്തുള്ളൂ. ഗിരിമോന്റെ ജീവൻ രക്ഷിക്കുകയും വേണമല്ലോ. മോള് ശരിക്കും ഒന്ന് ആലോചിക്കൂ. ഞാൻ പറഞ്ഞതല്ലേ അതിന്റെ ശരി. എന്താ ടീച്ചർ? എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ടീച്ചർ, കാര്യം പറയൂ. അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇനിയും അത് വൈകിക്കണ്ടെന്ന് വിചാരിക്കുക. മാഡം ഒന്നും പറഞ്ഞില്ല. അത് വേണമെന്ന് തന്നെയാണോ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഞാനിനി എന്താലോചിക്കാനാ മാഡം? പോണം, പോയേ പറ്റൂ. മീനാക്ഷിക്കും മുത്തുവിനും ഒക്കെ അവർക്ക് സങ്കടമാകില്ലേ ടീച്ചർ? അവരെക്കുറിച്ച് ആലോചിക്കാഞ്ഞിട്ടല്ല, പിരിയുന്നതിൽ നല്ല വിഷമമുണ്ട്. എന്നാലും പോകാതെ പറ്റില്ലല്ലോ. ടീച്ചർ ഇവിടെ ഉള്ളപ്പോ എനിക്കും അതൊരു ആശ്വാസമായിരുന്നു. മറ്റാരോടും ഇല്ലാത്ത വല്ലാത്തൊരു ആത്മബന്ധം ടീച്ചറിനോടുണ്ടെന്ന് പലപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടീച്ചർ എൻ്റെ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം പറയണോ? ഞാൻ വരും മാഡം, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരും. പക്ഷേ അതെപ്പോഴാണെന്ന് മാത്രം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ടീച്ചറുടെ മനസ്സിന്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഒക്കെ ഇങ്ങനെ ഒരു യാത്ര ആവശ്യമാണെങ്കിൽ അത് ടീച്ചർക്കൊരു ആശ്വാസമാകുമെങ്കിൽ ഞാൻ പിന്നെ തടയുന്നതിൽ അർത്ഥമില്ലല്ലോ. എല്ലാം ടീച്ചറിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ശരി മാഡം. മദറമ്മേ, ഡോക്ടർ കുഞ്ഞ് വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. വേണ്ട പാപ്പച്ച, അവൻ കൂടി വരട്ടെ.
ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്നാ കുറച്ചു മുമ്പ് വിളിച്ചപ്പോ പറഞ്ഞ്. എന്നാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അവനെന്നും ഈ നേരത്തൊക്കെ തന്നെയാണോ പാപ്പച്ച വരുന്നത്? എന്തെങ്കിലും ജോലി തിരക്കുണ്ടെങ്കിൽ അല്പസ്വല്പം താമസിക്കും. പിന്നെ കാത്തിരിക്കാൻ ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് റോയി കുഞ്ഞിന്റെ കല്യാണം നടത്തണം. ഇനി താമസിച്ച ശരിയാവില്ല. അവന് പ്രായം കൂടി വരുക. കല്യാണക്കാര്യത്തെക്കുറിച്ച് അവൻ എന്തെങ്കിലും പറയാറുണ്ടോ പാപ്പച്ച? ഓ, എവിടെന്ന്? ആ കുഞ്ഞിന് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എപ്പോ നോക്കിയിരുന്നാലും ആശുപത്രിയും ചികിത്സയും തന്നെ. പക്ഷെ ഇത്രയേറെ മനുഷ്യസ്നേഹമുള്ള ഒരു കുഞ്ഞിനെ കൽക്കട്ടയിലെ മലയാളികൾക്കിടയിൽ കാണാൻ പ്രയാസമാണ്. പാപ്പച്ച നാട്ടിലേക്കെങ്ങും പോവാറില്ലേ? ശോശാമ്മയും കുട്ടികളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ക്രിസ്തുമസിന് പോയായിരുന്നു. മൂത്ത പെണ്ണിന്റെ മനസ്സമ്മതമായിരുന്നു. ആഹാ, അപ്പൊ ഉടനെ കല്യാണം ഉണ്ടാവുമല്ലോ. ഒക്കെ റോയ്സാന്റെ സമയം അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. പാപ്പച്ച, വണ്ടിന്ന് ബ്രീഫ് കേസ് എടുത്തത്. ആ, റീനാമ്മ വല്ലാതിരുന്ന് ബോറടിച്ചോ? 4 മണിക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങേണ്ടിയിരുന്നതാ. അപ്പോഴാ അത്യാവശ്യ ഫയൽസ് ഡൽഹിക്ക് എത്തണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നത്. പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ടാ. അതൊന്ന് ഒഴുങ്ങിയപ്പോഴേക്കും ഒരു എമർജൻസി മീറ്റിംഗ്. അതാ താമസിച്ചത്. സോറി റീനാമ്മേ. നിന്നെ ഒന്ന് കാണാനും കുറച്ചു ദിവസം നിന്നോടൊപ്പം നിൽക്കാനുമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യാനാ റീനാമ്മേ? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. റീനാമ്മെ കാണുന്നില്ല എന്റെ തിരക്കൊക്കെ. ആരെങ്കിലും വിളിച്ചായിരുന്നോ പാപ്പച്ച? ഇല്ല സാറേ. ഞാനൊന്ന് കുളിക്കട്ടെ. ഇപ്പം വന്നേക്കാം. എന്നാ കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചോ. ശരി മദറേ. ആ, റോയാണ് മദർ. സുഖമായിരിക്കുന്നു. ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കാം. ആ ശരി. ആ, ബാംഗ്ലൂരിൽ നിന്ന് മദറാ. സംസാരിച്ചോളൂ. ഹലോ. ആ, ഹലോ. 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 ഞാൻ സിസ്റ്റർ വിമലയാണ്.